വൈ ഡു ബാഡ് തിങ്സ് ഹാപ്പൻസ് ടു ഗുഡ് പീപ്പിൾ? എന്തുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഇത് സമൂഹത്തിൽ പൊതുവെ മനുഷ്യർ തമ്മിൽ സംസാരിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മിൽ പലരും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും: നല്ലവരായ ആരും തന്നെ ഇല്ല. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ നീതിമാനായ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവനെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാ പറയുന്നത് അധ്യായം 53 വാക്യം 9. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ട് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. തിരുവചനം ഈ നീതിമാനായ യേശു കർത്താവിന് കൊടുത്ത പേരത്രേ, എ മാൻ ഓഫ് സോറോസ്, വ്യസനപുത്രൻ. യേശു കർത്താവ് ഒഴികെ നീതിമാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരുവചനം ഒരു കൂട്ടരെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. അവരത്രേ ഇംപെർഫെക്റ്റ്ലി റൈറ്റ്ഷ്യസ്, അപൂർണതയുള്ള നീതിമാന്മാർ. നാം ഓരോരുത്തരും ഈ നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടും. നാം നീതിമാന്മാരാകുവാൻ കാരണം യേശു കർത്താവായിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 34-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് നീതിമാന്മാരെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക. വാക്യം 19. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഇതത്രേ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അനർത്ഥങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം തിരുവചനം വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം സ്നേഹമാകൊണ്ടും സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടും നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങൾ വ്യസനഹേതുവായി തീരാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനർത്ഥങ്ങളിലൂടെ അവൻ നമ്മെ ശോധന ചെയ്ത് നമ്മുടെ ഗുണത്തിനും നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മെ സൃഷ്ടിച്ച് നന്നാക്കുവാനും നമ്മുടെ തേജസ്കരണത്തിനുമായി അതൊക്കെ ചെയ്യുമ്പോൾ നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് നാം ഓർക്കേണ്ടിയത്. അതുകൊണ്ടാണ് ദാവീദ് തുടർന്ന് പറയുന്നത്, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന്. അവന്റെ വിടുതൽ ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുന്ന വിടുതലായിരിക്കില്ല. അതിലും 10 മടങ്ങ് ശ്രേഷ്ഠമായ നിത്യതയിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടുള്ള വിടുതലായിരിക്കും ചെയ്യുക. നമ്മുടെ ആയുസ്സിനോട് ദീർഘിപ്പിച്ച് കിട്ടുന്ന അടുത്ത 15 വർഷമോ അതുപോലെയുള്ള കാലയളവോ നാം ദൈവത്തെ മറന്നും ദോഷകരമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ നിത്യനാശത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അല്പം പോലും ആയുസ്സിനെ ദീർഘിപ്പിച്ച് തരാതെ നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ് ദൈവത്തിന് പ്രസാദമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ അഗോചരമാണ്. അതെ, അസംഖ്യമാകുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. ആ ഒരു വിടുതൽ നമുക്കൊരു പക്ഷേ ഇപ്പോൾ അറിയുവാൻ കഴിയാത്ത ഭാവിയിലെ നമ്മുടെ നന്മയ്ക്കായി അവൻ ചെയ്യുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.